ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ശരിയായ സമയം വരുമ്പോൾ മുഴുവൻ ചിത്രം ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുമെന്നും ഇന്ന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. ഇന്ത്യൻ സൈന്യത്തിനെതിരെ അധിക്ഷേപ പരാമർശവുമായി മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ഡ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. സൈന്യം പ്രധാനമന്ത്രിയുടെ കാൽക്കൽ വണങ്ങുകയാണ് എന്നായിരുന്നു ദേവ്ഡയുടെ പരാമർശം. ഇന്ത്യ പാക് വെടിനിർത്തൽ മെയ് 18 വരെ നീട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് അട്ടാരി അതിർത്തി തുറന്നു എന്നുള്ളതാണ്. സ്വാതി സന്തോഷുണ്ട് ദില്ലിയിൽ നിന്നും. സ്വാതി, വിശദാംശങ്ങൾ. വിനിഷ, ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥ സോഫിയ ഖുറേഷിക്കെതിരെ കടുത്ത വർഗീയ പരാമർശങ്ങൾ ബി.ജെ.പിയുടെ കേന്ദ്രങ്ങളിൽ നിന്നും ബി.ജെ.പിയുടെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിനെതിരെ ബി.ജെ.പി ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. മാത്രമല്ല, കടുത്ത വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് വീണ്ടും മധ്യപ്രദേശിലെ ബി.ജെ.പിയുടെ നേതാവും അതോടൊപ്പം മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ജഗദീഷ് ദേവ്ഡ വീണ്ടും അത്തരത്തിലൊരു പരാമർശവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അത് സൈനികരെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന പരാമർശമാണ് ഇന്ന് ദേവ്ഡ നടത്തിയിട്ടുള്ളത്. ഇന്ന് ജബൽപൂരിൽ നടന്നിട്ടുള്ള ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യവെയാണ് ദേവ്ഡ സൈന്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വണങ്ങുന്നവരാണ് എന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ളത്. उनके चरणों में पूरा देश नतमस्तक है। उन्होंने जो जवाब दिया है उसकी जितनी सराहना की जाए, जितना कहा जाए, एक बार उनके लिए जोरदार ताली बजाने के साथ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ സൈന്യത്തെ ഇകഴ്ത്തിയ ഒരു പരാമർശം, സൈന്യത്തെ അപമാനിച്ചൊരു പരാമർശം ബി.ജെ.പി നേതാവിന്റെ മധ്യപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നത്. സൈന്യത്തെ അവഹേളിക്കുകയും അതോടൊപ്പം തന്നെ വില കുറച്ചു കാണുകയും ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ലജ്ജാകരമാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായപ്പെടുക ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മന്ത്രിസ്ഥാനത്ത് നടക്കം ഇയാളെ നീക്കം ചെയ്യണമെന്നും ബി.ജെ.പി ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്നുള്ള ആവശ്യമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നത്. അതേസമയം തന്നെ ബി.ജെ.പിയുടെ പല കോണുകളിൽ നിന്ന് ഈ സൈനികർക്ക് നേരെയും സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെയും അധിക്ഷേപ പരാമർശം ഉണ്ടാവുമ്പോൾ ഒരു വശത്ത് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ വ്യോമസേനാ താവളങ്ങൾ സന്ദർശിക്കുകയും സൈനികരെ അഭിനന്ദിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഇരട്ടത്താപ്പും അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന ഘട്ടത്തിൽ ആ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ അടക്കം അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി പോകുന്നത്. ഇന്ന് രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭുജ് വ്യോമതാവളം സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ സന്ദർശിച്ചതിന് ശേഷം ഈ സേനയുടെ നടപടിയൊക്കെ തന്നെയും അഭിനന്ദിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് രാജ്നാഥ് സിംഗ് ഈ സൈനികരെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ ചില നടപടികൾക്കെതിരെയും കടുത്ത വിമർശനം രാജ്നാഥ് സിംഗ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ IMF അടക്കമുള്ള സംഘടനകൾ പാകിസ്ഥാന് വേണ്ടി ഫണ്ട് നൽകുന്നതും വായ്പകൾ നൽകുന്നതും പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യം എന്തായാലും അന്താരാഷ്ട്ര നാണയനിധിക്ക് മുന്നിലേക്ക് വയ്ക്കുമെന്നുള്ള കാര്യമാണ് ഇന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. ഭീകരത വളർത്തുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത്. ആ ഫണ്ടുകളൊന്നും തന്നെയും ഈ ഫണ്ടുകൾ നൽകുന്ന കാര്യം വീണ്ടും പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇന്ന് അറിയിച്ചിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ സൈനിക തലത്തിലടക്കം പുരോഗമിക്കുകയാണ്. ഈ സൈനിക തലത്തിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി തന്നെ ഇന്ന് വെടിനിർത്തൽ മെയ് 18 വരെ നീട്ടിയിട്ടുണ്ട്. അതോടൊപ്പം സൈനിക വിന്യാസമടക്കം ഈ അതിർത്തി മേഖലകളിൽ കുറയ്ക്കാനുള്ള നിർദ്ദേശമാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ സൈനിക തല ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ജാഗ്രതയൊക്കെയും കുറച്ചുകൊണ്ട് സൈനിക വിന്യാസം കുറച്ചുകൊണ്ട് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകണമെന്നുള്ള കാര്യം ഈ സൈനിക തല ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനിടെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും ഉന്നതതല യോഗമടക്കം ചേരുന്നു. അതിർത്തി മേഖലകളിലെ സാഹചര്യമൊക്കെയും വിലയിരുത്തി മുന്നോട്ട് പോവുകയാണ്. അതിർത്തി മേഖലകളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതൽ ജാഗ്രതയിലേക്ക് പോകണമോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നടപടികളാണ് ഇനി എടുക്കേണ്ടതെന്ന് സംബന്ധിച്ചൊക്കെ തന്നെയും സ്ഥിതിഗതികൾ ഈ നിലവിലത്തെ സാഹചര്യമൊക്കെയും പ്രധാനമന്ത്രി വിലയിരുത്തിയതായാണ് മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു ഇന്ന് ഇത്തരത്തിൽ യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമിത്ഷാ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് ഓപ്പറേഷൻ സിന്ദൂർ
സിന്ദൂറിലൂടെ സൈന്യത്തിലൂടെ കാണാൻ കഴിഞ്ഞത് എന്നതടക്കമുള്ള പ്രശംസയും മോദിക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഈ ചർച്ചകൾ, അതോടൊപ്പം ഈ അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലത്തെ സാഹചര്യം ഒക്കെയും സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ പോലുമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തുന്നു. ഇനി ഏതൊരു സമാധാന ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറാണ് എന്ന് സന്നദ്ധത പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഷഹബാസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഇത്തരത്തിലൊക്കെയാണ് കശ്മീരിന്റെ സ്ഥിതിഗതികൾ, കശ്മീരുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയും പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഈ സൈനികർക്കുൾപ്പെടെ നേരിടേണ്ടി വരുന്ന വിദ്വേഷ പരാമർശങ്ങളും അധിക്ഷേപ പരാമർശങ്ങളിലും ഇതുവരെയും കേന്ദ്ര സർക്കാരോ അതോടൊപ്പം BJP നേതൃത്വമോ ഈ വിഷയത്തിലൊന്നും ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. വലിയ ദേശീയതയൊക്കെയും ഒരു വശത്ത് പറയുകയും BJPയുടെ പല കോണുകളിൽ നിന്ന് സൈനികരെ അധിക്ഷേപിക്കുകയും ഉദ്യോഗസ്ഥരെ വർഗീയ പരാമർശം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ മൗനം തുടരുന്നതിനെതിരെയും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. വിനിഷ. ശരി, ദില്ലിയിൽ നിന്നുള്ള വാർത്തകളുടെ സമഗ്രമായ വിശദാംശങ്ങളാണ് സ്വാതി സന്തോഷ് നൽകിയത്.